അപ്പോൾ രണ്ടാളും മാസ്ക് ഇട്ടൊക്കെ നിൽക്കണത്. ഹോസ്പിറ്റലിൽ പോകേണ്ടി നിൽക്കട്ടോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തുടക്കട്ടു. ഇനി കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ തന്നെയാണ്. അമ്മയ്ക്ക് പോകാനായി. അമ്മേനെ പിന്നെ നാളെ നമുക്ക് അമ്മയ്ക്ക് പോണതിൻ്റെ മുന്നേ ഇവിടെ 2 ദിവസം പോയിട്ട് ചെക്കപ്പ് ചെയ്യാണ്ട്, പിന്നെ 1-2 ഗുളികകൾ മേടിക്കണ്ടേ, ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ അമ്മ? അങ്ങനത്തെ ഗുളിയൊക്കെ മേടിക്കട്ടെ. അപ്പം തന്നെ മേടിച്ച് നമുക്ക് ഒന്ന് അന്വേഷിക്കാനും കൂടി ഇറങ്ങണം നമ്മൾ. കാരണം ഇവിടെ കിട്ടുമോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ കോഴിക്കോട് ഇവിടെ ദൂരത്ത് പോയി മേടിക്കേണ്ടി വരും. അവിടെ തന്നെ അന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കാരണം അത്ര ദിവസം ഇവിടെ ഫ്രിഡ്ജിൽ 2 മാസം 3 മാസമൊക്കെ സൂക്ഷിക്കാതെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ പ്രശ്നമാകുമല്ലോ. ഏതായാലും ഇപ്പം അതിനും വേണ്ടി നമ്മൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ദൂരത്ത് എവിടെയെങ്കിലും പോയി മേടിക്കണം. ഇവിടെ എല്ലാ മരുന്ന് 2 സ്ഥലത്ത് ചോദിച്ചപ്പോൾ ആ മരുന്ന് അവിടെ കിട്ടിയില്ല. അപ്പം ഒന്നും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ് അതിന് ഒന്നുകൂടി കിട്ടുമൊക്കെ വേണ്ടി. അപ്പം അതിനിടെ കൂടെ ചെറിയ പനിയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പോയില്ലെങ്കിൽ പറ്റേക്ക് അടക്കും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങണ്ടെന്ന്. എന്നിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ലേ, സ്പെഷ്യൽ ഉണ്ടാക്കണം വന്നിട്ട്. അമ്മ എന്താ നിങ്ങളെ കാണല്ലേ മാസ്ക് ഇട്ടേ? രണ്ടാക്കും പേടിയാണ്. ചുമ ഉണ്ടാവുമ്പോ ആശുപത്രിക്ക് പോകാനായി. അപ്പൊ ഇനിയിപ്പോ കാറിലൊന്നും ഉണ്ടാകാൻ പറ്റൂല. അപ്പൊ വിമാനസ്ഥാനം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ തന്നെ ശ്വാസം മുട്ടിയൊക്കെ എത്തിയല്ല. പിന്നെ ചുമയും കൂടി ഉണ്ടായ അപ്പൊ എല്ലാരും മാസ്ക് വെച്ചേന്നൊക്കെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായി ഈ മാസ്ക് ഇട്ടാലേ. തന്നെ ചൂടായിക്കൂടെ ആകെ ഒരു വീർപ്പ് മുട്ടല്. പക്ഷെ എന്നാലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാടും. അപ്പൊ എന്തായാലും പോയി വന്നിട്ട് നമുക്ക് സ്പെഷ്യൽ നോക്കലേ. ഒരു ഡോക്ടറേ ഉള്ളൂ. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. അത് സ്ഥലമുണ്ട്, അതോട് സമാധാനം ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. കുറെ പനിക്കാരുണ്ട്, നല്ല ആളുണ്ട്. നമ്മളെ നമ്പർ ടോക്കൺ ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ കാത്ത് നിൽക്കാണ്. ചെറുകോട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. പ്രൈവറ്റിക്ക് ഇപ്പൊ ഞങ്ങൾ പോവല്ല. പിന്നെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചായിട്ട് ഇപ്പൊ പോലല്ല ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ വേറെ അസുഖത്തിനൊക്കെ നമുക്ക് എന്തായാലും അവിടെ പോയി നിർബന്ധമല്ലേ. അവിടെ പോയി നോക്കുന്നല്ലേ. ഡോക്ടർ ചായക്ക് പോയതാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ വന്നിട്ടുണ്ട്. പോയോ? അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ആഗ്രഹം. അപ്പോൾ ഇന്ന് അങ്ങാടിയിൽ പോയപ്പോഴേ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ് പൂള്, അതേപോലെ ചിക്കന്. ഇത് ചിക്കൻ അല്ല കേട്ടോ, ചിക്കൻ്റെ പാർട്സ് ഇല്ലേ, എല്ല്, അതാണ് കേട്ടോ. എല്ല് മാത്രം ഇങ്ങനെ വാങ്ങാൻ കിട്ടും വെട്ടിയിട്ട്. അതിൻ്റെ മാംസമല്ലാതെ വാങ്ങാൻ കിട്ടണം കേട്ടോ. കുറച്ചുണ്ടാവും. അത് ഈ വലിയ അൽഫാമിനും അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ വെട്ടിയതിൻ്റെ ബാക്കി പീസ് ഉണ്ടാവില്ലേ, അങ്ങനെ വാങ്ങാൻ കിട്ടുക. അത് വാങ്ങി. അതും ഈ പൂളായിട്ട് വെച്ചാൽ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ വെക്കലാണ് കേട്ടോ. ഇതെന്താ പൂള, കപ്പ, കൊള്ളി സാധനം. ഇത് പൂളാന്ന് ഞങ്ങളോട് എല്ലാവരും പറയും. പൂളാന്ന് പറയല്ലേ എന്ന് പറയലുണ്ട്. പക്ഷെ നമുക്കിത് പറയാതെക്കാൻ പറ്റില്ല. നമ്മൾ ഇതല്ലേ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതേ നാകുമ്പോൾ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനത്തെ പൂളയെന്ന് അറിയില്ല, മക്കാടനാണോ എന്നറിയില്ല. നല്ല കണ്ടിട്ട് വേവണ സൈസാണ്, പൊടിയൊക്കെ ഉള്ള. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് പുള ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ കുറച്ചായി ഇത് വാങ്ങിയിട്ട്. മറ്റേത് ഇതിലെ തന്നെ വണ്ടിയിൽ പുള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് വരലുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങും. കിലോന് 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വരലാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് 100 രൂപയ്ക്കൊക്കെ വാങ്ങി ഒരുപാടുണ്ടാവും. ഇപ്പോൾ കുറച്ചായിട്ട് വാങ്ങലേ അല്ല. ഇന്ന് അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അമ്മേൻ്റെയൊക്കെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അത് പച്ചയ്ക്ക് തന്നെ പൊട്ടിച്ച് തൊലി കളഞ്ഞ് തിന്നും, അത്രയും ഇഷ്ടം. അമ്മേൻ്റെ മരുന്നൊക്കെ ഉണ്ട് കേട്ടോ അമ്മയുടെ. ഞാൻ പറഞ്ഞില്ല അമ്മേനോട്, നമുക്ക് പോയി ടെസ്റ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. 1/2 മണിക്കൂറിൻ്റെ റിസൾട്ട് കിട്ടും. എങ്ങോട്ടും പോകണ്ട. അവിടെ ചില സ്ഥലത്തില്ല, ശരി, ഒരു കടയിലുണ്ട്, ഒരു മരുന്ന് ഷോപ്പിൽ ചെന്നാൽ മതി. ഇതെല്ലാം കൂടി വേണ്ടല്ലോ, ഒന്നും മതിയോ? ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കിത് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ അതങ്ങനെ വെട്ടുമ്പോൾ തന്നെ ഈ സൗണ്ടിൽ ഇങ്ങനെ കിട്ടും. കണ്ടോ ഓരോ സൗണ്ട്.
അപ്പം തന്നെ അറിയാൻ പറ്റും ഇത് വേവണ പൂളയാണോ വേവാത്ത പൂളയാണോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടിട്ട് അറിയാം അത് നല്ലോണം വേവണ പൂള, പൊടിയുള്ള പൂളയാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഡോക്ടറിൽ നിന്ന് വന്നപ്പോൾ തന്നെ 2 മണിയായിട്ടുണ്ട്. ഇന്ന് ഒരു ഡോക്ടറുള്ള കാരണം നല്ല തിരക്കായിരുന്നു, കുറേ സമയം എടുത്തിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കാണിക്കാതെ ഇങ്ങോട്ട് പോന്നാലോ എന്ന് വരെ ചിന്തിച്ചു കുറേ നേരം നിന്നപ്പോ. പിന്നെ കാണിച്ചു കേട്ടോ. അപ്പം മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. 3 ദിവസം മരുന്ന് കഴിച്ചതിന് ശേഷം ഈ കഫക്കെട്ടും പനി മാറിയിട്ടില്ലെങ്കിൽ കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ആൻറ്റിബയോട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ മൂക്കിലൊഴിക്കാനുള്ള മരുന്നും എല്ലാം ഉണ്ട്. ഇങ്ങനെ ജലദോഷം പിടിക്കാതെ കഫക്കെട്ടും പനിയും ഇതെല്ലാം ചുമയും വന്നത് കാരണമാണ്. അമ്മ ഇന്നെ പേടിച്ചിട്ടേ മാസ്ക് ഇട്ട് നിൽക്കണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി അല്ലേ പോകാനുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇനി ഒന്നും അസുഖം വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടേ മാസ്ക് ഇട്ടിരിക്കുകയാണ്. അപ്പം അത് ചിരിക്കുകയാണോ എന്താ മുഖത്തിൻ്റെ ഭാവം ഒന്നും മനസ്സിലാവണില്ല. എന്തേലും ഒന്ന് പറഞ്ഞല്ലേ അമ്മ, അപ്പോളേ മനസ്സിലാവുള്ളൂ. മാസ്ക് ഇട്ടാ കുത്തിക്കേണ്ട ജലദോഷം പിടിച്ച് ഇനിയിപ്പോൾ ഈ ആശുപത്രിക്ക് പോകാൻ നേരത്തെ കാറിലൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ മാസ്ക് ഇടും. അപ്പം നമ്മൾ ഈ പൂളെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ കണ്ടോ ചിക്കനിക്കുള്ള ഉള്ളിയും തക്കാളിയും ഇതെല്ലാം അതൊന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. ഒക്കെ ഒന്ന് റെഡിയാക്കാം. പൊളിയാ പൊടിയുണ്ടോ? നല്ല പൂള. ഇതൊന്നും ഇങ്ങനെ കൊത്തി ഇട്ടതിന് ശേഷം ഇതിന്ന് കട്ട് കളയണം കേട്ടോ. ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ആ വെള്ളം ഒന്ന് കളയണം. അതിൻ്റെ കട്ട് എന്ന് പറയും കേട്ടോ. കൈ കൊത്തൂല. അതൊക്കെ ഇങ്ങനെ കാട്ടി ശീലമുണ്ട്. അബദ്ധവശാ കൊത്തിയാൽ നോക്കിയേ. ആ പൂച്ച പ്രസവിച്ചിട്ടില്ല കേട്ടോ. എന്നാളെ നമ്മളെ അവിടെ ഇരുന്നപ്പോൾ നമ്മളെ അടുത്ത് കൂടെ വന്നില്ലേ, ആ പൂച്ചയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് കണ്ടില്ല. ഞാൻ വിചാരിച്ചത് പ്രസവിച്ചു എന്ന്. വാ വാ, ആ വരുന്നുണ്ട്. നല്ല അനുസരണയൊക്കെ ഉണ്ട്. അയ്യോ, ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ കട്ടൊന്ന് കളയട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ ഈ ചിക്കൻ്റെ ഒക്കെ പറഞ്ഞില്ലേ, ഷവർമ്മയ്ക്കും ഒക്കെ വെട്ടിടുന്നതിൻ്റെ ബാക്കി പീസ് ഉണ്ടാവില്ലേ, കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ ചിക്കൻ്റെ ഇത്. പിന്നെ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ കറി വെച്ചു കേട്ടോ. ഞങ്ങൾ കറി വെച്ചേന്നില്ല, ചോറ് മാത്രമല്ലേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ രാവിലെ. അപ്പോൾ കുറച്ചെടുത്തിട്ട് അങ്ങനെ മല്ലി മുളക് ഇട്ടിട്ട് കറി വെച്ചിട്ടാണ് ഞങ്ങൾ ചോറിൻ്റെത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇങ്ങനെ ഇതിക്കും വേണ്ടിയിട്ട് പൂള ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. ഇത് എത്രയ്ക്കാണ് കിട്ടിയത്? പാർട്സ് 50 റുപ്യക്കാണ്. കണ്ടില്ലേ, ഇത്രയും ഉണ്ടായിരുന്നു. പകുതി ആക്കിയതായിരുന്നു. പക്ഷെ എന്താ പറയുക, വെറും എല്ലാവും ഇതിങ്ങനെ കടിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കൊന്നും ഇത് കടിക്കാൻ ബുദ്ധിമുട്ടാവും. നമുക്കൊക്കെ പിന്നെ ഇതിങ്ങനെ കടിച്ചിങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലേ അല്ലേ അമ്മ? കഷ്ണം ചെറുതാക്കട്ടെ കേട്ടോ. ഇത് കുറച്ച് വലിപ്പം ഉള്ള കാരണേ കണ്ടോ, അത്രയും വലിപ്പമാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും. വേണ്ടേ വേണ്ടേ അമ്മേ തിന്നോ, നല്ല വിശപ്പുണ്ട്. ഇയാണോ
വേണ്ട. വെച്ചതല്ല കേട്ടോ. അല്ല ആദ്യം കൊടുത്ത് തിന്നു പിന്നുള്ളത് തരാട്ടോ. പേടിയാണ്. ചോറും കൊടുത്തിട്ട് ചോറ് അവിടെ തന്നെ തകണ ഇറച്ചി മാത്രം തപ്പി തെരഞ്ഞെടുത്ത് തിന്ന് നോക്കുക. ഇനിയും കിട്ടാനേ ചോറ് തൊട്ടിട്ടില്ല. ഞാനതിന് പൈസണ്ടാവാ മൊത്തക്ക്. ആ മൊത്തയ്ക്ക് കരിഞ്ഞപ്പോ കൊടുത്തതാ. അല്ല പൈക്കുണ്ടല്ലോ അരിച്ചെരുവുന്നുണ്ട്. ചോറ് ഞാൻ അകത്തുനിന്ന് എടുത്തോണ്ടേ കൊടുത്തു കരഞ്ഞപ്പോ. ഈ സമയത്തൊക്കെ നല്ല മഴ കേട്ടോ. 1:30 മഴ. ഇന്ന് മഴയല്ല. ഇന്ന് മഴ പെയ്ത ലക്ഷണേ അല്ല. ഇല്ല. ഇന്നലെ ഒരു തേങ്ങ വെള്ളം നിറയെ കിട്ടിയ മഴയത്ത് അതിലേറെ കിട്ടും കേട്ടോ. ഒഴിച്ചു പോയതല്ലേ. വലിയ പാത്രം കയ്യിലേറെ കിട്ടും. എന്നാലും പറഞ്ഞിട്ടുണ്ടായിട്ട് സന്തോഷം. ഞാൻ പ്രേമേനോട് പറഞ്ഞേ, പ്രേമേ ഒരു തേങ്ങ വെള്ളം കിട്ടിയാവും ഇവിടെ മഴ ചാറിയിട്ടുണ്ട്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മ, ഇത് കേൾക്കൂല. അമ്മ കൊറേ വിട്ടായിരിക്കണതേ. ഞാനേ ചേച്ചീന്റെ മകളോട് പറഞ്ഞേ. ചേച്ചീന്റെ മകളോട് പറഞ്ഞു. എന്താ പറയാ അങ്ങോട്ട് നീച്ചു തരികയാണ് കേൾക്കാൻ വേണ്ടിട്ട്. ഇന്നലെ മഴ പെയ്തു. നല്ലോണം വെള്ളം കിട്ടി. ഒരു ടാങ്ക് വെള്ളം കിട്ടി. അപ്പോൾ അമ്മയോട് പറയാം, അമ്മ ഓർക്കിട്ട മഴയത് ഒരു ടാങ്ക് വെള്ളം കിട്ടിയല്ലോ. അത് കൊറേ സ്ഥലത്ത് മഴ നടുവത്തൊന്നും മഴ ചെയ്തില്ല. ചില സ്ഥലത്തേക്കൊന്നും മഴ ചെയ്തില്ല. പക്ഷെ ഇന്ന് കുറെ ആൾക്കാർ പറഞ്ഞോ കമന്റിലെല്ലാം മഴ ഉണ്ടെന്ന്. ഇന്നില്ല, നല്ല ചൂടാ. നല്ല വെയിലുമാണ്. എന്നാലിപ്പോ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടല്ലോ മഴ. നമ്മൾ പൂള കണ്ടോ കട്ട് കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോ ഒരു തള തിളച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ കണ്ടോ ഇത് കണ്ടോ വെന്തിട്ടൊക്കെ പകുതി മുക്കാലും വേവായിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു തലയും കൂടി തിളച്ചത് നല്ലോണം വെന്ത് ഉടഞ്ഞു പോകും. ഇനി ചിക്കൻ വെന്താല് അതിന് മേലേക്ക് ഇതിട്ടിട്ട് ഒന്നുകൂടി ഒറ്റൊരു തല വെച്ച കുത്തി ഉടച്ച സംഭവം. ചിക്കൻ വേവാൻ നേരത്തെ വെച്ചാൽ മതി. എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഇതുണ്ടാവൂല. അപ്പൊ നമ്മള് ചിക്കന്റെ കാര്യം പറഞ്ഞത് ഇവിടെ. ഇങ്ങനെ ഈ ചിക്കന് ഇങ്ങനെ വില കുറവില് ഇത്ര 1 കിലോ ചിക്കൻ 50 രൂപയ്ക്കൊക്കെ കിട്ടണവര് ഉണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ. അപ്പൊ നമ്മളിവിടെയൊക്കെ എങ്ങനെയാണ്, നമ്മൾ സ്ഥിരം പരിപാടി ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരും പൂളയും ചിക്കനും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെപ്പ് വെക്കും. ഞങ്ങളെല്ലാവരും കൂടുമ്പോഴേ സന്ധ്യേച്ചിയും സിന്ധ്യേച്ചിയും എല്ലാവരും കൂടുമ്പോൾ ഇതേപോലെ കൊണ്ടുവരും. 1 കിലോനൊന്നല്ല കേട്ടോ വാങ്ങുക, 2 കിലോനൊക്കെ വാങ്ങും. കാരണം 50 രൂപയ്ക്ക് 1 കിലോ കിട്ടുമ്പോൾ 100 രൂപയ്ക്ക് 2 കിലോനായില്ലേ. എന്നിട്ട് ഇങ്ങനെ മറ്റത് മേടിക്കും. നല്ലത് വാങ്ങും കേട്ടോ, ചിക്കനായിട്ടുള്ളത് വാങ്ങും. പക്ഷെ നമുക്ക് നല്ലത് നമ്മളിത് നോക്കി വാങ്ങിട്ടോ. പക്ഷെ നല്ലത് വാങ്ങാം കയ്യായിട്ടല്ല, ലാഭം നോക്കി കാട്ടുകയല്ല കേട്ടോ. അത് പറയാട്ടോ, നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയാണ്. നമ്മളിങ്ങനെ പൂളേന്റെ ഒപ്പം പൂള എല്ലൊന്ന് പറഞ്ഞിട്ടുള്ള ഈ വെപ്പിന് വേണ്ടിയിട്ട് വാങ്ങാണ്. അങ്ങനെ വാങ്ങി വെക്കുമ്പോ ഇതും തിന്നാൻ വേറെ രസമാണ്. അതിന് വേണ്ടിയിട്ടാണ്. സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നമ്മളങ്ങനെ തന്നെ ചെയ്തു. ആദ്യം ഇതിന് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 1 കിലോന് 30 രൂപ. ഒരു കവറില് 1 കിലോന് 30 എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ 1 കിലോ 200 രൂപ എടുക്കണം. 50 രൂപ കിട്ടി. ഇപ്പൊ 50 രൂപ. അതേപോലെ തന്നെ അല്ല, ഒക്കെ കണക്കന്നെ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ, ഇതെന്നാലും ഇത്രയും ചിക്കന് കാണില്ലേ. അങ്ങനെയൊക്കെ എല്ലാരും വാങ്ങണ്ടാവുന്ന കരുതണ്. എല്ലായിടത്തേക്കും ഉണ്ടോ ഒന്നുമില്ല. എല്ലാവർക്കും വാങ്ങാൻ പൈസ ഉണ്ടായി വാങ്ങുന്നില്ല. അതെ, എല്ലാരും ഒരുപോലെ എന്തായാലും കറിയായില്ലേ.
ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഒരു മല്ലിയും മുളകും മല്ലിപ്പൊടി കിട്ടുന്നാണ്ട് കറി വെച്ചാലും മതി. അത്രയും മതി. ഇതിന്റെ പകുതി ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ പകുതി എടുത്ത് കറി വെച്ചു, ഇതിന്റെ പകുതിയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര ഒരു വീട്ടിലേക്ക് എത്രയോ നമുക്ക് ആക്കി വെക്കാം. ചിക്കൻ മസാലയാണ് കേട്ടോ, ചിക്കൻ മസാല. 10 രൂപേനെ കൂടെ ആ ഇത് മതി. ഇതൊക്കെ പടയൊന്നും ഇടൂല കേട്ടോ, കുറച്ചിടുള്ളൂ. 10 രൂപേനെ അതിനെ കുറെ കാലം ഉണ്ടാവും. അപ്പച്ചിയെ ആ അടുക്കളയിലാ ഇത് ഉണ്ടാവും. ഇത് ചിക്കനിക്ക് ഞാൻ മുളകും പൊടി ഇടുന്നില്ല, ആ ചിക്കൻ മസാലയും പിന്നെ പച്ചമുളകും ഉണ്ട്. പിന്നെ കൂടുതൽ നമ്മളിതൊന്നും ഉണ്ടാക്കാത്ത പിന്നെ അതിന് ധാരാളം ഉണ്ട്. ആ പിന്നെ കുരുമുളകും ഇടുന്നുണ്ട്. അമ്മയ്ക്ക് മുളകും പൊടി ഞാൻ ഇട്ട് കൊടുക്കണില്ല, അമ്മയ്ക്ക് എരു എന്താ പറയുക, ഈ മുളകിൻ്റെ പൊടീൻ്റെ എരു അല്ലാതെ ഉപയോഗിക്കണ്ട, കുറച്ച് എരു കൂടുതലാണ് ആ സാധനത്തിന്. മുളക് നല്ല എരിവാണ്. അപ്പോൾ കുരുമുളക് പൊടി, ചിക്കൻ മസാല, പച്ചമുളക്, എന്തൊക്കെ ഇഷ്ടം പറഞ്ഞെടുത്തോ, മനസ്സിലാവണ്ടേ? ഇഞ്ചി, പച്ചമുളക്, അത് ഇഞ്ചി ഇട്ടും, ഇഞ്ചി കുഞ്ഞിപ്പൊട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, പിന്നെന്താ പച്ചമുളക്, കരിവേപ്പില. ആ കറിവേപ്പില ഇട്ടൊന്നുമില്ല. ആ അമ്മ പറഞ്ഞത് നന്നായി. 3 തണ്ട് കറിവേപ്പില 3 തണ്ട്. എന്താ അമ്മ കരിവേപ്പില നല്ല രസമാണ്. കറിക്ക് ടേസ്റ്റ് കൂടും. കരിവേപ്പില നല്ലോണം ഇടുക, വറവിടുമ്പോൾ. അമ്മക്ക് അല്ലെങ്കിൽ എന്തൊക്കെയോ കറിവേപ്പില നല്ലോണം ഇടണം പറയും. ഈ ചക്ക കൂട്ടുണ്ടാകുമ്പോൾ നല്ലോണം കരിവേപ്പിലൊക്കെ വറക്കണം. ചക്കയ്ക്കും പറയും, അതേപോലെ അവിയലിക്കൊക്കെ അടയ്ക്കും ചെയ്യുക, വീലിക്ക് നീരിടുകയും ചെയ്യും. ഈ നമ്മൾ അടുപ്പിലായിട്ടൊക്കെ എത്ര വേഗം വീണു. തീ നല്ലോണം എല്ലാ ഭാഗത്തേക്കും കത്താവും. മറ്റൊരു ചെറിയ കുറച്ച് തിന്നുള്ളൂ, അതൊക്കെ വേണ്ട. ഇതൊരു വലിയ കുരുമുളക്, ഇതവിടെ ഉണ്ട്. മഞ്ഞപ്പൊടി, അല്ല മല്ലിപ്പൊടി. ആദ്യം മല്ലിപ്പൊടി, ആദ്യം മഞ്ഞപ്പൊടി ഇടുന്നത്, മഞ്ഞപ്പൊടിയോ? എന്നിട്ട് മുളക് പൊടി, എന്നിട്ട് മല്ലിപ്പൊടി. ഒന്ന് ഞാൻ അടുത്തേക്ക് നോക്കാം. കിട്ടു. അടുത്ത ആളും വന്നല്ലോ. ഒക്കെ അമ്മ അടുത്ത് ഇങ്ങനെ റീലാക്കിട്ടേ അമ്മ ഒരു ഭാഗത്ത് കടന്നപ്പോ ചെന്നെ എടുക്കണ്ടെന്ന്. ആദ്യം മഞ്ഞപ്പൊടി, മഞ്ഞളും മുളകും മല്ലിപ്പൊടി, എന്നിട്ട് കുറച്ച് ഇടണം. ചക്കയാണെങ്കിൽ മഞ്ഞളും മുളകും ഇട്ടിട്ട് അതിൻ്റെ മുളക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക. എന്നാൽ ആ മുളകും മഞ്ഞളും ഒക്കെ അതിൻ്റെ അടിയിലേക്ക് എങ്ങനെയാണ്. അപ്പം നമ്മൾ മുളക് ഇടുന്നില്ല, അതുകൊണ്ട് പകരം ചിക്കൻ മസാല ഇടട്ടെ. എന്നിട്ട് വേണമെങ്കിൽ കുറേ തൊക്കി മതി. അപ്പം മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞു. ചിക്കൻ ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് നല്ല അമ്പിച്ചടച്ച് വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക. ആ ആവി കഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് വെച്ചിട്ട് അടച്ചിട്ട് വെക്കുക. അപ്പോൾ ചിക്കനിൽ വെള്ളം ഇങ്ങനെ വരും. നമുക്ക് കുറേ വാഴയില ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ വാഴയിലയിൽ തിന്നാം. പിന്നെ വാഴയിലയിൽ തിന്നാൻ അതൊക്കെ രസം. പൂളൊക്കെ വാഴയിലയിൽ എടുത്ത് തിന്നാൽ ഇങ്ങനെ തോണ്ടി തോണ്ടി തിന്നാൻ നല്ല രസമാണ്. പിന്നെ കഴുകും വേണ്ട, പാത്രം തിന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ഇട്ടാൽ മതി ചെടീൻ്റെ പുറത്തേക്ക്. പാത്രത്തിൽ അങ്ങനെ ഒട്ടി പിടിക്കല്ലേ? പാത്രത്തിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുക, വെള്ളം ഇങ്ങനെ ചേർന്നൊക്കെ വന്ന്. എടുക്കേണ്ട കുറേ ഉണ്ട്. നന്നായിട്ട് വെച്ച് നന്നായിട്ട് പോരും. അതിന്റെ മുകളിൽ നിന്നോണ്ടി കുറച്ചാളാ എത്തി അതിസാഹസികമായി എന്നെ കയറാനാക്കിണ്ടല്ലോ, എനക്കെന്നെ നിർബന്ധല്ലേ. തിരുമ്പുട കല്ലിന്റെ മോള് അതിന് ഓൾ കൈമ കയറണം വെറുതെ വാസിച്ചിട്ട്. മതി മതി.
നാലെണ്ണായോ? നമ്മളെ ചിക്കനും പൂളയും എല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൂളയ്ക്ക് ചിക്കനെ കോരിടാൻ പോണേ. ഇനി ഇതിന് ലാസ്റ്റ് ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അതിപ്പോ നമ്മൾ ചെയ്യുന്നില്ല. രണ്ട് ദിവസമായിട്ടൊക്കെ ആൾക്കാരെ കണ്ടിട്ട് ഒരു ഹായ് എടുത്ത കൈയുണ്ട്. ആ വലിയൊരു തേളിനെ കിട്ടിയ കണ്ടത്. ലാസ്റ്റിലെ കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് നാളികേരം ഒക്കെ കരി കുറച്ച് നാളികേരം ആ എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലിടണം. അപ്പം നല്ല രസം ഉണ്ടാവും. നാളികേരം ഇപ്പം ഇല്ലാത്ത കാരണം നാളികേരം ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് കപ്പ ബിരിയാണി അല്ലേ? ഇതാണ് കപ്പ ബിരിയാണി. അപ്പൂനെ ആയിക്കോട്ടെ ആദ്യം. അപ്പൂന് വായിൽ പുണ്ണാണ്. പിന്നെ വയ്ക്കൂല അപ്പൂ? കഴിക്കാണ്. ഇതാ ചെറിയ കുട്ടികൾ കാണിക്കുന്ന നമ്മളെ കപ്പലും കപ്പ ബിരിയാണി. രസമുണ്ടല്ലേ? എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നാളെ കാണാം അല്ലേ? ബൈ.